ഇത് ഓല X1X 4 kW. ഞാനിത് 14,000 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞപ്പോഴൊക്കെ പിന്നെയും കംപ്ലൈൻറ്റ് തോന്നുന്നുണ്ട്. സിസ്റ്റം ഇഷ്യൂ എന്ന് എഴുതി കാണിക്കണം. സിസ്റ്റം ഇഷ്യൂ എന്ന് അതിന് മുമ്പ് ഒരു 46 എന്ന് എഴുതിയിട്ട് സിസ്റ്റം ഇഷ്യൂ എന്ന് എഴുതി കാണിക്കും. ഇത് 11-ാം തീയതി, അതായത് 4-ാം മാസം 11-ാം തീയതി 2025 അന്ന് കംപ്ലൈൻ്റായി കൊണ്ടുപോയി കൊടുത്ത്, അന്ന് കൊടുത്ത് അവർ പിറ്റേന്ന് ടിക്കറ്റ് റേസ് ചെയ്ത് 7 ദിവസം പറഞ്ഞു. കറക്റ്റ് 7 ദിവസം കഴിഞ്ഞ് 19-ാം തീയതി ആയപ്പോഴേക്ക് വണ്ടി തിരിച്ച് വന്നു. റെഡിയായി ഓക്കെ ആയിട്ട് ഓടി. അപ്പോൾ പിന്നെ അതിൽ പ്രശ്നമായി. ഇപ്പോൾ ഡിസ്പ്ലേയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം 14,000 സംതിങ്ങാണ് ഓടിയത്. 1444 ഓടിയ വണ്ടിയായിരുന്നു. ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ആപ്പിൻ്റെ അകത്ത് അപ്ഡേഷൻ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ വന്ന ബഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് 13,000 സംതിങ്ങാണ് കാണിച്ചുകൊണ്ടിരുന്നത് വണ്ടി കംപ്ലൈൻ്റ് ആകുന്ന സമയത്ത്. ഡിസ്പ്ലേയിൽ പക്ഷേ 14,000. ഇത് കഴിഞ്ഞ് വണ്ടി തിരിച്ച് 19-ാം തീയതി വണ്ടി തിരിച്ച് കിട്ടി. ഏകദേശം ഒരു 7-8 ദിവസം കഴിഞ്ഞിട്ട് വണ്ടി തിരിച്ച് കിട്ടിയപ്പോഴേക്ക് ഡിസ്പ്ലേയിൽ കിലോമീറ്റർ കുറഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 1000 കിലോമീറ്ററിനടുത്ത് കുറഞ്ഞ് 13,000 സംതിങ്ങാണ് കിലോമീറ്റർ. 13,104 കിലോമീറ്റർ കാണിക്കണം. അങ്ങനെ വണ്ടി ഓടിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഒന്ന് വാഷ് ചെയ്ത് ഫോം വാഷ് ചെയ്ത് ഞാൻ തിരിച്ച് സെയിം ഇഷ്യൂ പിന്നെ എഴുതി കാണിക്കാൻ തുടങ്ങി. ആദ്യത്തെ തവണ എഴുതി കാണിച്ചത് സെയിം തന്നെ, സിസ്റ്റം ഇഷ്യൂ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ച്. ഒരു വണ്ടി ഇങ്ങനെ ഓടാതെ എന്ന് വെച്ചാൽ പാർക്കിംഗ് മോഡിൽ തന്നെ കിടക്കും, മാറ്റാൻ പറ്റില്ല, മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് തള്ളി നീക്കാനും പറ്റില്ലായിരുന്നു. മോട്ടർ പാർക്ക് മോഡിലായത് ഇങ്ങനെ സ്റ്റെക്കായ പോലെയായിരുന്നു. രണ്ടാമത്തെ തവണ അപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു, തള്ളി നീക്കാവുന്ന അവസ്ഥയിലായിരുന്നു. പിന്നെയും പഴയതുപോലെ തന്നെ വെട്ടിയോട്ട് വിളിച്ച് കൊണ്ടുപോയി. രണ്ടാമത്തെ തവണ ചെന്നപ്പോൾ അവർ ജസ്റ്റ് അവരുടെ നമ്മുടെ ചാർജിങ് പോർട്ടിൻ്റെ അകത്ത് അവരുടെ ഇത് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് 2 മിനിറ്റിനുള്ളിൽ സാധനം റെഡിയായി. അത് അപ്ഡേറ്റ് എന്തോ ചെയ്ത് സാധനം ജംപ് സ്റ്റാർട്ട് ചെയ്യുക എന്തോ ചെയ്ത് സാധനം ഇപ്പോൾ ഓണായി. പഴയ പോലെ ഇപ്പോൾ റണ്ണിങ് ആണ് കണ്ടീഷൻ. എങ്കിലും ഇപ്പോൾ ഇത് രണ്ടാമതൊരു അപ്പോയിൻമെൻറ്റും കൂടെ എടുത്തിട്ട് ഒന്നും കൂടെ കൊണ്ടുചെല്ലണമെന്ന് പറഞ്ഞേക്കണം. ഒരു ടൈമിംഗ് ഒക്കെ ഇപ്പോൾ പഴയതിനെ പോലെ ഒന്നുമില്ല. ഇപ്പോൾ ഒരാഴ്ച പറഞ്ഞാൽ കറക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ വണ്ടി തിരിച്ച് വന്നു. ഇതിപ്പോൾ രണ്ടാമത് ഇഷ്യൂ വന്ന് വാഷ് ചെയ്തുകൊണ്ടായിരിക്കും എന്ന് പറയണം. ഇപ്പോൾ നിലവിൽ കുഴപ്പമില്ലാതെ ഓടാനുണ്ട്. എങ്കിലും അവർ ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അവർ പിന്നീട് ഒരു ദിവസം ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വണ്ടി കയറ്റാനാണ് പറയുന്നത്. വണ്ടി കൊണ്ടുപോയി ഒന്നും കൂടെ കയറ്റണം. ഇപ്പോൾ നിലവിൽ സ്മൂത്തായിട്ട് ഓടിക്കൊണ്ട് പോകുന്നുണ്ട്. കിലോമീറ്ററിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കിലോമീറ്റർ കുറേയാണ് ചെയ്തേക്കണം, കൂടിയിട്ടില്ല. ഇൻ കേസ് ഇനി പിന്നീട് എപ്പോഴെങ്കിലും ഇതേപോലെ ഈ ആപ്പിൻ്റെ ഇഷ്യൂ പറഞ്ഞ് കിലോമീറ്റർ കൂടിപ്പോയാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. കിലോമീറ്റർ കുറഞ്ഞാണ് കാണിച്ചേക്കണം, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ആപ്പിൻ്റെ ബഗ് എന്ന് പറഞ്ഞ് ഇത് നേരെ തിരിച്ചാണ് സംഭവിച്ചെങ്കിൽ 1,000-2,000 കൂടുകയാണ് ചെയ്തതെങ്കിൽ എത്ര നമുക്ക് നഷ്ടമല്ലേ. വാറണ്ടി പിന്നെ ക്ലെയിം ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ കുഴപ്പമില്ലാതെ വണ്ടി പോകുന്നുണ്ട്. ഒരു പ്രശ്നം ഇതുവരെ ആ ബഗ് വന്നത് ആദ്യം വണ്ടിയുടെ ഈ സിസ്റ്റം ഇഷ്യൂ എന്ന് പറഞ്ഞ് മാറിയായിട്ട് ഇതായിരുന്നു BMS എന്ന് പറയുന്ന സംഭവം. അത് ബാറ്ററിയുടെ ആ സെറ്റിൻ്റെ അകത്തുള്ള പാട്ടാണ്. അത് ഊരാൻ തന്നെ കുറേ അധികം നേരം വേണം. അവിടെ നിന്ന് കണ്ട് ഏകദേശം 1-1.5 മണിക്കൂർ മേളിലെടുക്കും. അത് ഊരി പുറത്തെടുത്ത് ചെക്ക് ചെയ്തവർക്ക് വേറെ റീപ്ലേസ് ചെയ്യാൻ സ്പെയർ ഉണ്ടെങ്കിൽ റീപ്ലേസിൽ നടക്കും. പിന്നെ അവർക്ക് എല്ലാ വണ്ടിയുടെ ഒരേ കമ്പനി ആയിരിക്കില്ല അകത്തിരിക്കണം. ഇപ്പം എൻ്റെ അകത്ത് LGയുടെ പാനലാണ് ഈ BMSൻ്റെ ഒരു മറ്റേ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് പോലത്തെ ഒരു ചെറിയ സൈറ്റ്. അത് ഓരോ വണ്ടിയിലും പലതായിരിക്കും. അതുകൊണ്ട് അവർക്ക് മുൻകൂട്ടി ഓർഡർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അങ്ങനെ ഇത്രയും ഡിലേ വന്ന വണ്ടി കിട്ടാൻ. നമ്മൾ അവരഴിച്ച് നോക്കി പുറത്തെടുക്കാൻ തന്നെ 1.5-2 മണിക്കൂർ എടുക്കും. പുറത്ത് നോക്കിയിട്ട് വേണം ഏത് കമ്പനിയുടെ ആണെന്ന് പറഞ്ഞാൽ അത് ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ട് വേണം പിന്നീട്. അതുകൊണ്ടാണ് ഒരാഴ്ച ഡിലേ എടുത്തതെന്ന് പറയണം. സാധനം കിട്ടി റെഡിയായി ഓടി. ഇപ്പോൾ വാഷ് ചെയ്തതിൻ്റെ പ്രശ്നം കാരണമായിരിക്കണം രണ്ടാമത് കംപ്ലൈൻറ്റ് വന്നതെന്ന് പറയുന്നത്. നിലവിൽ ഓടുന്നുണ്ട്, കിലോമീറ്ററും കുറവാണ് കാണിക്കുന്നത്. അങ്ങനെ പോകുന്നു. എൻ്റെ കയ്യിൽ ആ വീഡിയോ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഡെയിലി എത്ര കിലോമീറ്റർ ഓടണമെന്ന് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ചുമ്മാ ഒരു രസത്തിന് എഴുതി വെച്ചാണ്. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. ഒരു 1000-ൻ്റെ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. 1000 താഴെയാണ് ഡിഫറൻസ് വന്നേക്കണം. പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ആ വീഡിയോ പിന്നെ എഴുതി വെച്ചേക്കണ ഇതുള്ളതുകൊണ്ടാണ് അത്ര വ്യത്യാസമാണ് ശ്രദ്ധിച്ചത്. അല്ലെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുകയില്ല. 1000 താഴെയാണല്ലോ. ഇങ്ങേറ്റത്തെ ഡിജിറ്റ് മാറാത്തത് കൊണ്ട് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. BMS സാധാരണ കംപ്ലൈൻറ്റ് വന്നത് ഓവർ ചാർജ് കയറിയാലൊക്കെയാണെന്ന് പറയുന്നത്. പക്ഷേ
ചാർജർ എൻ്റെ ഇതിൽ ഡ്രിപ്പാകെ ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. വോൾട്ടേജ് ഫ്ലക്ച്വേഷനോട് വന്നിട്ടില്ല. പിന്നെ ഡ്രിപ്പറും ഉണ്ട് ഇതിൻ്റെ ഒപ്പം ചാർജ് ചെയ്യണ പ്ലഗിൽ. അതുകൊണ്ടാണ് EMS അങ്ങനെ പോകാറില്ലെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു റൈഡിങ് സ്റ്റൈലെന്ന് ഞാൻ ഓടിക്കാറുള്ള രീതി എന്ന് വെച്ചാൽ ചിലപ്പോൾ നോർമലിലേക്ക് ഇട്ട് സ്പീഡാക്കിയിട്ട് അപ്പോൾ തന്നെ എക്കോയിലേക്കാക്കും. എന്നിട്ട് പിന്നെ ആ നോർമലിൻ്റെ സ്പീഡിലാണ് എക്കോയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇനി അത് നോർമലിൻ്റെ സ്പീഡിൽ നിന്ന് താഴത്തേക്ക് വരാൻ കുറച്ച് നേരം എടുക്കും. അപ്പോൾ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അതുകൊണ്ടാണെന്നറിയില്ല ഈ ഷോറൂമിൽ അവർ പറയണത് കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കണമല്ലോ. ഇപ്പോൾ ഡെലിവറി ജോലി ചെയ്യണം, വർക്ക് ചെയ്യണവരായതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഹീറ്റ് ആവുമല്ലോ. ഹീറ്റിംഗ് ഇഷ്യൂ വരുമ്പോഴാണ് ഇങ്ങനെ BMS പോകണമെന്ന് ഷോറൂമിലല്ല സർവീസ് സെൻറ്ററിൽ നിന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് ഓടണമല്ലോ, ഇടയ്ക്ക് നിർത്തണില്ലല്ലോ. അതുകൊണ്ടായിരിക്കാമെന്ന് അവർ പറയണം. പിന്നെ ഇതിൻ്റെ അടിയിലെ സംഭവം BMS കൂടാതെ വേറൊരു സാധനം മാറി എന്ന് പറഞ്ഞാൽ അത് നേരെ വെള്ളം കയറുന്ന രീതിയിൽ തന്നെയാണ് അടിയിലിരിക്കണം. നേരെ ബാക്ക് ടയറിൻ്റെ തൊട്ട് മുമ്പിലായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം കയറി അത് ഷോർട്ടായിട്ടുണ്ട്, ചെറിയ രീതിയിൽ ഷോർട്ടായിട്ടുണ്ട്. അതാണ് പിന്നെ ഒരു കാരണം അതാണ് പറയുന്നത്. അതെന്നെ കാണിച്ചു തന്നു. പിന്നെ രണ്ടാമത്തെ തവണ കംപ്ലൈൻ്റ് അടി വന്നപ്പോൾ ഇതാണ് മാറി ഏറ്റവും പറഞ്ഞു. ആദ്യത്തെ ഐറ്റം വേറൊരു വണ്ടിയുടെ അടിക്കുന്ന സമയത്ത് പറഞ്ഞു ഇതായിരിക്കും അതിൻ്റെ അകത്ത് പോയിരിക്കണേ. അപ്പോൾ ഈ സാധനം പോവാതിരിക്കണമെങ്കിൽ ഇതേപോലെ വെള്ളം അധികം അടി കയറാത്ത രീതിയിൽ കൊണ്ടു നടക്കണമെന്ന് പറയാം. എന്നുവെച്ചാൽ വെള്ളം കയറിയാൽ കുഴപ്പമില്ലെന്നൊക്കെ പറയും, പക്ഷേ കുറച്ച് ഈ വെള്ളക്കെട്ടി കൂടെ ഓടിച്ചുകൊണ്ട് പോകണം. ടയറിൻ്റെ പാതിയുള്ള വെള്ളക്കെട്ടി കൂടെ അല്ല, അതിൽ കൂടുതലൊന്നും ഞാൻ ഓടിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ ഇവർ പറയണത് അതിൻ്റെ അകത്ത് വെള്ളം കയറുന്ന രീതി ഇങ്ങനെ പ്രഷറിൽ അടിച്ച് കയറുമല്ലോ. അങ്ങനെ കയറിയാലും ഇത് കംപ്ലൈൻ്റ് ആവും. ഇങ്ങനെ ഓട്ടത്തിൽ ടയറിങ്ങനെ അടിക്കണ തെറിച്ചകത്തേക്ക് കയറും. അകത്ത് വെള്ളം കയറുന്ന രീതിയിൽ തന്നെ ഇരിക്കണം. പക്ഷേ എന്ത് പറയാൻ അവരിപ്പോൾ പറയണ വെള്ളത്തിൽ ഓടിക്കാം, പക്ഷേ വെള്ളം കുറേ അധികം നാൾ കണ്ടിന്യൂസ് വെള്ളത്തിൽ ഓടണമെങ്കിൽ പ്രശ്നം വരുമെന്ന് പറയണം. ഈ ആദ്യത്തെ തവണ കംപ്ലൈൻറ്റ് വന്ന ദിവസത്തിന് മുമ്പത്തെ 2 ദിവസം മഴയായിരുന്നു. അന്ന് രണ്ടും ഇതേപോലെ അഴുക്കുള്ള റോട്ടിൽ കൂടെ കുഴിയുള്ള റോട്ടിൽ കൂടെ അങ്ങനെ ഓടിക്കണം. അതുകൊണ്ടായിരിക്കണമെന്ന് തോന്നണം കംപ്ലൈൻ്റ് ആകാൻ കാര്യം. ഇതേപോലെ വെള്ളം കയറി BMS കംപ്ലൈൻ്റ് ആയാൽ രണ്ടാമത്തെ തവണ വന്നത് പെട്ടെന്ന് റെഡിയായി. ഇനിയിപ്പോൾ കൊണ്ട് രണ്ടാമതൊന്നും കൂടെ ചെക്ക് ചെയ്യണമെന്നൊക്കെ പറയണം. ഇതിൻ്റെ പുതിയ വേരിയൻറ്റിന് വില കൂടിയിട്ടുണ്ട്. 1,28,35,000 ആക്കിയിട്ടുണ്ട്. പിന്നെ വില കൂടി.